പ്രിയമുള്ളവരെ, വചനജ്വാല 1258 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 9 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ നമ്മൾ വചനവായനയിൽ 34 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണം. ദാവീദിന്റെ സങ്കീർത്തനം അബിമലേക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടക്കുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. കർത്താവിനെ ഞാൻ പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്നും നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും, നീതിമാന്മാരെ ദേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ അപ്പോളിനിയായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈജിപ്ഷ്യൻ ജനത ക്രിസ്ത്യാനികൾക്കെതിരായി ക്രൂരമർദ്ദനങ്ങൾ അഴിച്ചുവിട്ട കാലഘട്ടത്തിൽ മെത്രാസ് എന്നൊരു വൃദ്ധന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം അയാളെ കല്ലെറിഞ്ഞു കൊന്നു. ക്രൈസ്തവ ഭവനങ്ങൾ വിജാതീയർ കവർച്ച ചെയ്തു. അന്നത്തെ മതപീഡനത്തിൽ ഏറ്റവും പ്രഖ്യാതയായ രക്തസാക്ഷിണി വൃദ്ധകന്യകയായ അപ്പോളോണിയയാണ്. അവളുടെ പല്ലുകൾ തല്ലിക്കളഞ്ഞ് നഗരത്തിന് പുറമെ ഒരു ചിതയുണ്ടാക്കി. ക്രിസ്തുവിനെ നിഷേധിച്ചില്ലെങ്കിൽ
ജീവനോട് ദഹിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം ചിതയിലേക്ക് സ്വയം എടുത്തു ചാടി ആത്മാഹൂതി ചെയ്യുകയാണ് ചെയ്തത്. അനുകരണീയമായ പ്രവൃത്തി ആയിരുന്നില്ലെങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആത്മത്യാഗം ചെയ്ത കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ അപ്പോളോണിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു.